ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ആറ്റുമണൽ പായിൽ എന്നുള്ള പാട്ടിൻ്റെ അത് കവർ സോങ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് കാണിച്ചു തരിക. അതായത് നമുക്കൊരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ് ആയിട്ടോ നമ്മുടെ ചാനലിലൊക്കെ കോപ്പിറൈറ്റ് ഇല്ലാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു പാട്ട് പാടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മിക്സിങ് മാസ്റ്ററിങ് അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചാണ് നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ലോജിക് പ്രോ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ ഓഡിയോ വർക്ക് സ്റ്റേഷനാണ്. അപ്പോൾ നമ്മളൊരു പാട്ടിന് ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ താളം, അത് സ്പീഡ്, അതുപോലെ തന്നെ അതിൻ്റെ കോഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ പാട്ട് ഒറിജിനലായിട്ട് ചെയ്തിരിക്കുന്നത് സി മൈനറിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സി മൈനർ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ഈ വിൻഡോയിൽ നമ്മൾ സി മൈനർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത താളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6/8 ആണ് അതിൻ്റെ താളം. അതായത് 6/8 എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 1 2 3 4 5 6. എളുപ്പത്തിനായിട്ട് 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 ആറ്റുമണൽ പായിൽ, അങ്ങനെ 1 2 3 1 2 3 1 2 3 1 2 3. നമുക്കിത് മെട്രോണോം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ചെക്ക് ചെയ്യാൻ പറ്റും 6/8 കൊടുത്ത്. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ടെമ്പോയാണ്. ഇപ്പോൾ ടെമ്പോ ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് 136 ആണ്. ഇപ്പോൾ 35 ഇടാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ മെട്രോണോം വെച്ച് നമ്മളിതിൻ്റെ സ്പീഡൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. സ്പീഡൊന്ന് കേട്ട് നോക്കാം. ആറ്റുമണൽ പായിൽ അന്തിവേൽ ചാഞ്ഞ. ഓക്കെ, നമുക്കിതിൻ്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ സ്പീഡ് കൂട്ടി പാടാം, അല്ലെങ്കിൽ സ്പീഡ് കുറച്ചുകൂടെ കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് സ്ക്രോൾ ചെയ്താൽ നമുക്ക് കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 135 ഇട്ടിരിക്കുന്നത്. അത് നോർമലായിട്ടുള്ള ഒരു സ്പീഡാണെന്ന് തോന്നുന്നു. ഇനി നമ്മൾ ഫസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലീവ് ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കോഡ് ചെക്ക് ചെയ്തിട്ടുണ്ട്. സി മൈനർ എന്ന് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ടൈം സിഗ്നേച്ചർ അല്ലെങ്കിൽ താളം 6/8 ആണെന്നുള്ള. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ടൈം സിഗ്നേച്ചർ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ 4/4 അങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ 6/8 ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടെമ്പോ. അപ്പോൾ ഇത് മൂന്നും ഇവിടുത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പാട്ട് നമ്മളിനിയും കമ്പോസ് ചെയ്യുന്ന പോലെ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും ഇത് സി മൈനർ ആകുമ്പോൾ നമ്മൾ സി മൈനർ കോഡ്സ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ സബോർഡിനേറ്റ് കോഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് വേറെ കോംപ്ലിക്കേറ്റഡ് കോഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. സി മൈനറും ബി ഫ്ലാറ്റ് മേജറും എന്നുള്ള 2 കോഡ്സ് വെച്ച് മാത്രമാണ് ഞാൻ ഈ പാട്ടായിട്ട് ചെറിയ ഒരു 4 ലൈൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് കേട്ട് നോക്കാം. ഇത് അപ്പോൾ ഇതിൻ്റെ 4 ലൈൻ ഇവിടെ ഇത്രയേ ഉള്ളൂ, 4 ലൈൻ. ബാക്കി അങ്ങോട്ട് വേറെ കോഡ് പ്രോഗ്രഷനാണ്. ഞാൻ നിങ്ങളെ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഇട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ലോജിക് പ്രോയിലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഓരോ കോഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിങ്ങനെ കോഡ് അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോ കോഡ്. ഇപ്പോൾ നമ്മളിവിടെ കർസർ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മളിവിടെ കോഡ് ക്രിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ പുതിയൊരു കോഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയിൽ നമുക്കിതിൽ ആഡ് ചെയ്യാം. ഓരോ കോഡ്സ് എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ മാനുവലായിട്ട് നമുക്കിവിടെ ഇപ്പം നമുക്കിപ്പം ഡി മൈനർ, സി മൈനർ, അടുത്ത ബി ഫ്ലാറ്റ് മേജർ, പിന്നെ അടുത്ത ഇ ഫ്ലാറ്റ് മേജർ വരും. അങ്ങനെ നമുക്ക് ഓരോ സബോർഡിനേറ്റീവ് കോഡ്സ്, പിന്നെ ജി മൈനർ, അങ്ങനെ അതിൻ്റെ സബോർഡിനേറ്റീവ് കോഡ്സ് നമുക്ക് കീബോർഡ് അല്ലെങ്കിൽ മിഡി കൺട്രോളർ വെച്ച് തന്നെ നമുക്കത് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയണം, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാനൊരു 4 ലൈനിൻ്റെ പ്രോഗ്രഷൻ മാത്രമാണ് വെച്ചിരിക്കുക. നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇപ്പോൾ സി മൈനറാണ്. ഓക്കെ, നമുക്ക് അത്രയും മതി. ഇനി നമുക്ക് ആ പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ ഞാൻ അതിനായിട്ട് Option+D, അത് ഒരു വിൻഡോ, നമുക്ക് അതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റോട് ആവശ്യമാണ്. പിയാനോ തന്നെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനിയും ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ റെക്കോർഡിംഗ് ബട്ടൺ ഇതാണ്. റെക്കോർഡിംഗ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ പാട്ട് മാത്രമായിട്ടൊന്ന് വായിച്ചെടുക്കുകയാണ്.
ഓക്കെ, അത്രയും മതി, നമുക്കത് 4 ലൈൻ മതി. ബാക്കി അങ്ങോട്ട് കോഡ് പ്രൊഗ്രഷൻ ചെറിയ വ്യത്യാസമുള്ളതുകൊണ്ടാണ് പാട്ട് തെറ്റിയത്. വായിക്കുമ്പോൾ നമുക്കൊരു മിസ്റ്റേക്ക് വരും. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളിത് ഒരു 4 ലൈൻ മാത്രമാണെന്ന് വായിച്ചിരിക്കുന്നത്. ഇനി നമ്മളിത് ക്വാണ്ടൈസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് എല്ലാം ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ കൊടുത്ത് നമ്മളിതിൻ്റെ 8th ഒന്ന് മാറ്റുകയാണ്. ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അവിടം വരെ ഉള്ള നോട്ട്സ് മതി. ഓക്കെ, നമ്മളിപ്പോൾ ആ മെലഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് വായിച്ച് നമ്മളതിൻ്റെ കോഡ്സുമായിട്ടൊന്ന് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ബ്യൂട്ടി കിട്ടാനായിട്ട് നമ്മൾ പുതിയൊരു ഇൻസ്ട്രുമെൻറ്റും കൂടെ എടുക്കാവുന്നതാണ്. അവിടെ ഒരു ഓഡിയോ ഇത് പ്ലേ ചെയ്ത് കിടപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, നമുക്കിനി ഇവിടെ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ ഇൻസ്ട്രുമെൻ്റ് കൂടെ ആഡ് ചെയ്യാം. ആയിട്ട് നമുക്ക് ശേഷം ഇവിടുന്ന് നമുക്കൊരു ചെറിയൊരു ഇൻസ്ട്രുമെൻ്റ് ഒന്ന് ആഡ് ചെയ്യാം. ലോജിക് എടുക്കുക, സിന്തസിസ്, പാഡ്, ബ്ലൂ കാർപ്പറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് നമ്മളിങ്ങോട്ടൊന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഒന്ന് കേട്ട് നോക്കാം. അതിൻ്റെ അതൊരു പാടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡെപ്ത് കിട്ടാൻ വേണ്ടി, പിന്നെ ഒരു ബ്യൂട്ടി കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണത്. അപ്പോൾ നമ്മളത് വെച്ചുകൊണ്ട് നമുക്ക് പാട്ടൊന്ന് കേട്ട് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ബേസ് ക്രിയേഷനാണ് നമ്മൾ നോക്കുക. ബേസ് ഒരു പാട്ടിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ജീവൻ കൊടുക്കുന്ന ഒരു കാര്യം ബേസാണ്. അപ്പോൾ നമ്മളത് എടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, ബേസിൻ്റെ നോട്ട്സുകൾ. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഹെഡ്സെറ്റ് വെച്ചാൽ മാത്രമാണ് ഇതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുകയുള്ളൂ, മൊബൈലിൽ കിട്ടില്ല. അപ്പോൾ അത് റിതമിക് ആയിട്ടുള്ള ഒരു ബേസ് ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ. ലോജിക്കിനകത്ത് തന്നെ നമുക്ക് AI ടൂളോട് കൂടി ചേർത്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ടും ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡ്രംസ് ക്രിയേഷനാണ്. ഞാനിവിടെ വലിയ ഡ്രംസ് ഒന്നും ചെയ്തിട്ടില്ല, ഒരു ചെറിയ പെർക്യൂഷൻസ് മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് കേട്ട് നോക്കാം. പെർക്യൂഷൻസ് ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ഇത് വെച്ച് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇനി നമുക്കത് ഫുള്ളായിട്ടൊന്ന് കേട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോഡ് കേട്ട് നോക്കാം. മിക്സിംഗ് ഒന്നും ചെയ്തിട്ടില്ല, അത് പല രീതിയിൽ സൗണ്ട് വരുന്നുണ്ട്. മിക്സിംഗ് എല്ലാം ചെയ്ത് മാസ്റ്ററിങ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കായിട്ട് വരികയുള്ളൂ. അപ്പോൾ സ്നേഹമുള്ളവരെ, നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസൊക്കെ എനിക്ക് മെസ്സേജ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം.